Hello dear students, welcome back. Today we are going to discuss a new chapter from your AIC for second semester BA English, Writing in Cyberspace. Let's look at the introduction. Everyone living in this period of the internet revolution possesses multiple identities. One caters to the real world society, whereas the other is concerned with the virtual or cyber world. Citizens are also called netizens for their active improvement in cyberspace. അപ്പോൾ എല്ലാവരും ഇന്നൊരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസിലാണ് ജീവിക്കുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ റിയൽ വേൾഡ് ഐഡൻറ്റിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സൈബർ വേൾഡിൽ അല്ലെങ്കിൽ എന്താണ് ഒരു വെർച്വൽ ഐഡൻറ്റിറ്റി നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. കൂടുതൽ സമയം സൈബർ സ്പേസിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ സ്പേസിൽ തന്നെ തുടരുന്ന പോലെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റിസൺസ്. ദ സൈബർ ഏരിയ റിസംബിൾസ് ദ ആക്ച്വൽ സൊസൈറ്റി വിത്ത് മൾട്ടിഫാരിയസ് പേഴ്സണാലിറ്റീസ് ഇൻ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ, എൻഗേജിങ് ഇൻ കോൺസ്റ്റൻറ്റ് ഡിസ്കോഴ്സസ് ആൻഡ് ബ്രേക്കിംഗ് റീജിയണൽ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. എന്താ പറഞ്ഞു വെച്ചാൽ ഈ സൈബർ ഏരിയാനയിൽ ഈ സൈബർ സ്പേസിൽ നമുക്ക് എങ്ങനെ വെച്ചാൽ കുറേയധികം ഈ ഒരു സൈബർ സ്പേസിൽ ഈ സൈബർ ലോകം യഥാർത്ഥ സമൂഹത്തെ പോലെ തന്നെയാണ്. പലവിധ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുകയും ഭാഷയോ സംസ്കാരമോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ദൂരം, അപ്പോൾ ദുബായിലിരിക്കുന്ന ആളോടായാലും ജോർജിയയിലിരിക്കുന്ന ആളായാലോടും എല്ലാവരോടും നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ സൈബർ ഏരിയ റിസംബിൾസ് ദ ആക്ച്വൽ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ മൾട്ടിഫാരിയസ് പേഴ്സണാലിറ്റികൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ഡിസ്കോഴ്സസ് നടത്തുന്നുണ്ട്. അത് ഒരു ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് നോക്കാതെ പല ഭാഷകൾ സംസാരിക്കുന്നവരോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. പിന്നെ ദ എവല്യൂഷൻ ഓഫ് ദ ഓൺലൈൻ സ്പേസ് ആസ് ദ നിയോ ഗ്ലോബൽ സോഷ്യൽ സോൺ ബ്രിങ്സ് വിത്ത് ഇറ്റ് ബോത്ത് ബെനിഫിറ്റ്സ് ആസ് വെൽ ആസ് ചാലഞ്ചസ്. എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് ഒരു ആധുനിക ആഗോള സമൂഹം ആവുമ്പം തീർച്ചയായിട്ടും അതിനെന്തുണ്ടാവും, ബെനിഫിറ്റ്സും ഉണ്ടാവും, ധാരാളം ചാലഞ്ചസും ഉണ്ടാവും. പീപ്പിൾ ഓഫൺ ടേക്ക് ദ ഫെക്കേഡ് ഓഫ് ദെയർ സ്ക്രീൻ ആസ് ആൻ എക്സ്ക്യൂസ് ടു സ്പ്യൂ വെർട്ടിയോൾ ഓൺ അതേഴ്സ് ആൻഡ് എൻഗേജ് ഇൻ ഹെയ്റ്റ് മോങ്ങറിംഗ് which might have attracted immediate reaction in the real world. എന്താ വെച്ചാൽ ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിന്ന് ഇപ്പോൾ വാട്സപ്പിൽ ഒരാൾ ചീത്ത പറയുമ്പം ഒരു മറയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് നേരിട്ട് ചീത്ത പറയുന്ന പോലെയല്ല. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരാളെ ആക്ഷേപിക്കുന്നത്, അവരോട് ദേഷ്യമുള്ള ഭാവം സൃഷ്ടിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ വെർച്വൽ വേൾഡിൽ ഒരു മറവെന്ന് ചെയ്താലും റിയൽ വേൾഡിൽ ഇത് ഭയങ്കര അട്രാക്റ്റഡ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇൻ ദ റിയൽ വേൾഡ്. ഇതിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയൽ വേൾഡിൽ റിയാക്ഷൻ ഉണ്ടാവും. Though cyber security's laws are in space, cyber etiquette remains a constant issue to be dealt with. Cyber writing etiquette, the set of unwritten rules for respectful and effective online communication, helps ensure that our messages are clear, courteous, and considerate of others. The prejudiced and insensitive take of the racial, religious, and linguistic minorities, women, transgenders, Dalits, and Aboriginal identities are a few issues to be addressed in our contemporary cyber world. അപ്പോൾ എന്താ വെച്ചാൽ സൈബർ സുരക്ഷാ നിയമങ്ങൾ ധാരാളം നിയമങ്ങളുണ്ട്. നമ്മൾ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കുറേ സൈബർ സെക്യൂരിറ്റി ലോസ്. അതൊക്കെ നിലവിലുണ്ടെങ്കിലും സൈബർ എറ്റിക്വറ്റ് മീൻസ് സൈബർ മര്യാദകൾ, എറ്റിക്വറ്റ് മീൻസ് മര്യാദകൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതൊക്കെ ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ ഈ ഓൺലൈൻ ആശയവിനിമയങ്ങൾ എന്തിനാണ് ഈ സൈബർ എറ്റിക്വറ്റ്? ഈ ഓൺലൈൻ ആശയവിനിമയങ്ങൾ നല്ല സംസ്കാരത്തോടെയും നല്ല ക്ലിയർ ആയതും ഇതൊക്കെ ഉള്ള നിയമങ്ങളാണ് ഈ ഒരു സൈബർ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി സൈബർ എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് അൺറിട്ടൺ റൂൾസ്. ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് യു മീൻ ബൈ സൈബർ എറ്റിക്വറ്റ്.
cyber etiquette means a set of unwritten rules for respectful and effective online communication. ഓൺലൈനിൽ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം, ഇത് ഹെൽപ്പ് ചെയ്യും. മെസ്സേജസ് ഒക്കെ ക്ലിയർ ആവണം, നല്ല എന്താ പറയുക വിശ്വാസയോഗ്യമുള്ളതാവണം, മറ്റുള്ളവരെ കൺസിഡർ ചെയ്തുകൊണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ വംശീയ മതപരമായ ന്യൂനപക്ഷ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദലിതർ, ആദിവാസികൾ ഇവർക്കെതിരായ വിവേചനകരമായ സമീപനങ്ങളൊന്നും സൈബർ ലോകത്ത് ഇവർക്കൊക്കെ ഭയങ്കരം ആക്ഷേപങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതും കൂടി ഈ സൈബർ എറ്റിക്കറ്റിലുള്ള നിയമങ്ങളിൽ പെട്ടതാണ്. സൈബർ ലിറ്ററസി കപ്പിൾഡ് വിത്ത് ബേസിക് അവയർനെസ് ഓഫ് ഓൺലൈൻ എറ്റിക്കറ്റ് ഈസ് എ നെസസിറ്റി ആസ് അൻ ഇൻസെൻസിറ്റീവ് ഓൺലൈൻ ബിഹേവിയർ ഈസ് ഫാസ്റ്റ് ബിക്കമിങ് എ നോം. ഇൻ ദ ഏജ് ഓഫ് ദ സോഷ്യൽ മീഡിയ ബൂം, പീപ്പിൾ ഫ്രം ആൻ ഏർലി ഏജ് നീഡ്സ് ടു ബി ടോട്ട് ബേസിക് ലെസൺസ് ഓഫ് ഓൺലൈൻ ബിഹേവിയർ. അപ്പോൾ എന്താ വെച്ചാൽ ഓൺലൈൻ മര്യാദകളെ കുറിച്ചിട്ടുള്ള ഈ ബോധവൽക്കരണം, അതുപോലെ തന്നെ സൈബർ വിദ്യാഭ്യാസം, മീൻസ് സൈബറിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സൈബർ ലിറ്ററസി, അതുപോലെ ബേസിക് അവയർനെസ്, അതുപോലെ തന്നെ ഇൻസെൻസീവ് ഓൺലൈൻ ബിഹേവിയർ ഓഫ് ദ ഫാസ്റ്റ് ബിക്കമിങ് എനോം, ഇതൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മീൻസ് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വളരെയധികം ബൂം ചെയ്യാണ്. ഇൻ ദ ഏജ് ഓഫ് സോഷ്യൽ മീഡിയ ബൂം, അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയ ബൂം ചെയ്യണ കുതിച്ചു പായണൊരു സോഷ്യൽ മീഡിയ കുതിച്ചു പായണ അങ്ങനത്തെ ഒരു ഏജിൽ പീപ്പിൾ ഫ്രം ആൻ ഏർലി ഏജ്, ചെറുപ്പത്തിൽ തന്നെ നീഡ് ടു ബി ടോട്ട് ബേസിക് ലെസൺസ് ഓഫ് ഓൺലൈൻ ബിഹേവിയർ. ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ഓൺലൈൻ ബിഹേവിയറിൻ്റെ ബേസിക് ലെസൺ എന്നുള്ളത് പറഞ്ഞു കൊടുക്കൽ നിർബന്ധം ആണ് എന്നാണ് പറയുന്നത്. ഇനി കുറേ റൂൾസാണ്. റൂൾസ് ടു ഫോളോ ടു മെയിൻറ്റെയിൻ സൈബർ എറ്റിക്കറ്റ്. സൈബർ മര്യാദകൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്ക്. ബി ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഇൻ ടോൺ. വളരെ മര്യാദയോടുകൂടി, ഓൾവേസ് കൺവേഴ്സ് റെസ്പെക്റ്റ്ഫുള്ളി. അവോയ്ഡ് അഗ്രസീവ് പോസ്ചറിങ് ആൻഡ് കോൺഫ്രണ്ടേഷണൽ ലാംഗ്വേജ്. ദേഷ്യമുള്ള സംസാരങ്ങൾ, കുത്തിപ്പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. പിന്നെ റെസ്പെക്റ്റ് പ്രൈവസി. നെവർ ഷെയർ പ്രൈവറ്റ് ഇൻഫർമേഷൻ ഓൺലൈൻ വിത്തൗട്ട് കൺസെൻറ്റ്. ഒരാൾ അനുവാദമില്ലാതെ ഒരാളെ വോയിസ് മെസ്സേജ് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. പ്രോപ്പർ സ്ട്രക്ചർ റൈറ്റിംഗ് പ്രോപ്പർലി. അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ഇമോജീസ് ആൻഡ് ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇമോജീസ് ഓവർ യൂസ് ആയി ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലൊരു സ്ട്രക്ചർ വേണം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്ക്. റെലവൻറ്റ് റിപ്ലൈസ്. എൻഷുർ റെസ്പോൺസ് ആർ റെലവൻറ്റ് ടു ദ ഡിസ്കഷൻ. നിർബന്ധമായിട്ടും ഡ്യൂറിങ് ഓൺലൈൻ കോൺവെർസേഷൻ മേക്ക് ഷുവർ ദാറ്റ് യുവർ റെസ്പോൺസസ് ആർ റെലവൻറ്റ് ആൻഡ് വിത്തിൻ ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ സബ്ജക്റ്റ്. നമ്മളോട് ചോദിക്കുന്ന കാര്യത്തിന് കറക്റ്റ് ഉത്തരമാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെന്താ നെക്സ്റ്റ്, ബി സെൻസിറ്റീവ്. നെവർ മേക്ക് ജോക്സ് റെഡിക്യൂളിങ് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി. ഒരിക്കലും ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റിനെ കളിയാക്കിക്കൊണ്ട് തമാശ പറയാൻ പാടില്ല. എൻഗേജിങ് ഇൻ ബോഡി ഷേമിങ്, ആൻറ്റി ഫെമിനൈൻ ജോക്സ് ആൻഡ് റേസിസ്റ്റ് ജോക്സ് ഷുഡ് ബി സ്ട്രിക്റ്റ്ലി അവോയ്ഡഡ്. ബോഡി ഷേമിങ് ഒഴിവാക്കുക. അതുപോലെ ആൻറ്റി ഫെമിനിസത്തിനെതിരെ പെണ്ണുങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ജോക്കുകൾ ഒഴിവാക്കുക. അതുപോലെ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ ജോക്സുകൾ, കളറിനെതിരായിട്ടോ ക്രീഡിനെതിരായിട്ടുള്ള ജോക്കുകളൊക്കെ സ്ട്രിക്റ്റ്ലി അവോയ്ഡഡ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞ്. നെവർ സ്പ്രെഡ് മിസ് ഇൻഫർമേഷൻ. ഒരിക്കലും ആൾവേസ് ഫാക്ട് ചെക്ക് ബിഫോർ പോസ്റ്റിംഗ്. ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സത്യമാണോ എന്നുള്ളത് നോക്കണം. ഇൻ ദ കണ്ടംപററി ഏജ് ഓഫ് വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് AI, എവരി നെറ്റിസൺ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഫാക്ട് ചെക്ക് ബിഫോർ പോസ്റ്റിംഗ്. ഫാക്റ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം പോസ്റ്റ് ചെയ്യണതിൻ്റെ മുമ്പ്. കിട്ടുന്നതൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്യരുത്, വാരി വെതറി എടുത്തെടുത്തിട്ട് അതങ്ങനെ പോസ്റ്റ് ചെയ്യണ പരിപാടി, ഫോർവേഡ് ചെയ്യണ പരിപാടി ഒഴിവാക്കണം. നെവർ ഷെയർ വാട്ട് യു ഗെറ്റ് വിത്തൗട്ട് പ്രോപ്പർ വെരിഫിക്കേഷൻ.
ഒരിക്കലും ഷെയർ ചെയ്യരുത് പ്രോപ്പർ വെരിഫിക്കേഷൻ ഇല്ലാതെ കിട്ടിയ ഒരു സാധനം. ബി വിജിലൻറ്റ് അബൌട്ട് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ്. എപ്പോഴും ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വാട്ട് യു പോസ്റ്റ് ഓൺലൈൻ കനോട്ട് ബി ഇറേസ്ഡ് ഫോർ അവർ. ഒരിക്കലും നമ്മൾ മൈൻഡിലുണ്ടാവണം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യൊരു സാധനം എന്നേക്കുമായി ഡിലീറ്റ് ചെയ്ത്. ഇറ്റ് മേ ലാസ്റ്റ് ആൻഡ് ക്യാൻ ബി റിട്രീവ്ഡ്. തിങ്ക് ട്വൈസ് ബിഫോർ പോസ്റ്റിംഗ് ആൻഡ് എഡിറ്റ്. സെൽഫ് സെൻസർ കെയർഫുള്ളി. നമ്മൾ അയക്കുന്ന ഒരു കാര്യം എഡിറ്റ് ചെയ്യാനും പറ്റണം. എപ്പോഴും അത് സെൽഫ് സെൻസർ ചെയ്യണം. ഇത് കറക്റ്റ് തന്നെയാണോ, ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സെൽഫ് സെൻസർ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെന്താ, ബി പേഷ്യൻറ്റ്. യു ഷുഡ് ഫോർഗിവ് അതേഴ്സ് ഫോർ മിസ്റ്റേക്ക്. മറ്റുള്ളവരെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാലും നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കണം, ക്ഷമിച്ചു കൊടുക്കണം. ഫാൾസ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയാതെ പറയാൻ പാടില്ല, പറഞ്ഞു പോയാൽ ക്ഷമിച്ചു കൊടുക്കണം. ബി കൺസിഡറേറ്റ് ആൻഡ് യൂസ് യുവർ റിസോഴ്സസ് ടു ചെക്ക് ഫാക്ട്സ്. നിങ്ങൾ ഫാക്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നാണ്. ഇതൊക്കെയാണ് റൂൾസ് ടു ഫോളോ മെയിൻറ്റെയിൻ സൈബർ എറ്റിക്കറ്റ്. സൈബർ മര്യാദകൾ പാലിക്കാൻ ഇങ്ങനെയുള്ള റൂൾസുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, the context of cyber etiquette differ according to formal and informal scenarios. Formal scenarios include business emails, professional online forums, academic discussions, government websites, online conferences and webinars, whereas informal situations consist of social media platforms, personal blogs, online gaming communities, chat rooms, personal messaging apps, website, etc. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൈബർ നിയമങ്ങൾ രണ്ടിന് വ്യത്യാസമാണ്. ഫോർമൽ സിനാരിയോസിലും ഇൻഫോർമലിലും രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പെടുക, ഫോർമലിൽ എന്തൊക്കെ പെടും, ഫോർമലിൽ എന്തൊക്കെയാണ് പ്രൊഫഷണൽ ഓൺലൈൻ ഫോറംസ്, അക്കാഡമിക് ഡിസ്കഷൻസ്, ഇതൊക്കെ ഫോർമലാണ്. ഗവൺമെൻറ് വെബ്സൈറ്റ്, ഓൺലൈൻ കോൺഫറൻസ്, ഇതൊക്കെ എക്സിക്യൂട്ടീവായ കാര്യങ്ങളാണ്, സീരിയസ് ആയിട്ടുള്ള ഫാക്റ്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഇതൊക്കെ ഫോർമലാണ്, ഫോർമാലിറ്റി കീപ്പ് ചെയ്യേണ്ടതാണ്. ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണ് പെടുക, ഇൻഫോർമൽ സിറ്റുവേഷൻസ് കൺസിസ്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പേഴ്സണൽ ബ്ലോഗ്സ്, എടാ പോടാ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഗെയിം കൂടി കളിക്കുന്നത്, ചാറ്റ് റൂംസ്, പേഴ്സണൽ മെസ്സേജിങ് ആപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫോർമലിലാണ് പെടുക. ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് സർട്ടൈൻ പോയിൻറ്റ്സ് ടു റിമെമ്പർ ആർ. ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ: യൂസ് പ്രോപ്പർ സെല്യൂട്ടേഷൻ ആൻഡ് സിഗ്നേച്ചർ. പ്രോപ്പറായിട്ടുള്ള സെല്യൂട്ടേഷനും സിഗ്നേച്ചറും വേണം നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ, ഫോർമലായിട്ടുള്ളതാണെങ്കിൽ. പിന്നെ അവോയ്ഡ് സ്ലാങ് ആൻഡ് ജാർഗൻ. നമ്മൾ എന്താ പറയുക, സ്ലാങ്, നമ്മളെ പഴയ സ്ലാങ് അതുപോലെ ലോക്കൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ജാർഗൺസ്, കോംപ്ലക്സ് ലാംഗ്വേജുകൾ ഒഴിവാക്കണം. ബി കൺസൈസ് ആൻഡ് ക്ലിയർ. കുറേ വേർഡ്സ് ഉണ്ടാവാൻ പാടില്ല, കഴിയണം ചുരുക്കി വേണം എഴുതാൻ. യൂസ് പ്രോപ്പർ ഫോർമാറ്റിംഗ് ആൻഡ് ഗ്രാമർ. കറക്റ്റ് ഒരു ഫോർമാറ്റ് വേണം. നമ്മൾ ബിസിനസ് ലെറ്റർ എഴുതുന്നതും ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നതും ഒരുപോലെയാണോ? അല്ല. ഈ ബിസിനസ് ലെറ്ററിന് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അതുപോലെ ഫ്രണ്ട്ലി ലെറ്റർ വേറൊരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഗ്രാമർ നോക്കണം. പിന്നെ അവോയ്ഡ് അറ്റാച്ച്മെൻറ്റ്സ് ഫോർ യൂസ് സെക്യൂർ ഫയൽ ഷെയറിങ് മെത്തേഡ്സ്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കണം. കറക്റ്റായിട്ടുള്ള ഫയൽ ഷെയറിങ് മെത്തേഡ്സ് വേണം ഉപയോഗിക്കാൻ. പിന്നെ യൂസ് ഫോർമൽ ടൈറ്റിൽസ്, മിസ്റ്റർ, മിസ്, അതുപോലെ ഡോക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കലും നിർബന്ധമാണ്. പിന്നെ അതുപോലെ നമ്മൾ സൗഹൃദപരമായിട്ടുള്ള സൈബർ ഇടങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എന്തൊക്കെ ഓർക്കേണ്ടത്? ബി കോൺവെർസേഷണൽ ആൻഡ് ഫ്രണ്ട്ലി ആയിരിക്കണം പറയുന്നത്. ഇമോജീസൊക്കെ ഉപയോഗിക്കുക. ഇമോഷൻസൊക്കെ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഓഫീസിലേക്ക് ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ അത് ഇമോജീസൊക്കെ ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററിൽ ഇമോജീസ് ഉണ്ടാവും. ഇമോഷൻസ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കീപ്പ് മെസ്സേജസ് ബ്രീഫ്. അവിടെയും ബ്രീഫ് ആയിരിക്കണം. സ്ലാങ് ഉപയോഗിക്കുക, കൊളോക്യലിസം ഉപയോഗിക്കുക. പിന്നെ അതുപോലെ ഷെയർ പേഴ്സണൽ എക്സ്പീരിയൻസും ഒപ്പീനിയൻസും പറയുക. യൂസ് ഇൻഫോർമൽ ലാംഗ്വേജ്, കൺട്രാക്ഷൻസ്, അബ്രീവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കുക ഇൻഫോർമലായിട്ട് പറയുമ്പോൾ. ദോസ് ഹൂ യൂസ് സൈബർ സ്പേസ് മസ്റ്റ് ബി അവെയർ ഓഫ് ന്യൂമറസ് ഫാക്ടേഴ്സ് റിഗാർഡിംഗ് സൈബർ എറ്റിക്വറ്റ്. ഒരാൾ സൈബർ സ്പേസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ടും സൈബർ മര്യാദകൾ അറിഞ്ഞിരിക്കണം. സൈബർ ലിറ്ററസി
literacy demands responsible online behavior. In India, random spreading and sharing of received online content often result in the flourishing of fake information. അപ്പോൾ ഫേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്തായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം, അതൊന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. റിമെമ്പർ ദ വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസ് വാർണിംഗ് പീപ്പിൾ അഗെയിൻസ്റ്റ് ഡ്രിങ്കിങ് എ പർട്ടിക്കുലർ സോഫ്റ്റ് ഡ്രിങ്ക് ബിക്കോസ് സം ആൻറ്റി-സോഷ്യൽ എലമെൻറ്റ്സ് ഹാവ് മിക്സഡ് ആൻഡ് എയ്ഡ്സ് പേഷ്യൻസ് ബ്ലഡ് ഇൻ ദ കമ്പനീസ് പ്ലാന്റ് ഇൻ നോർത്ത് ഇന്ത്യ. എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അതിന് എക്സാമ്പിളാട്ടോ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഇപ്പം എന്താ വെച്ചാൽ വാട്സപ്പിലൂടെ വ്യാജ വിവരം പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് അപകടകരമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ അതിലുണ്ടാവുക. റിമെമ്പർ ദ വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസ് വാർണിംഗ് പീപ്പിൾ എഗെയിൻസ്റ്റ് ഡ്രിങ്കിങ് പർട്ടിക്കുലർ സോഫ്റ്റ് ഡ്രിങ്ക്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കരുത്, അതിൽ എന്താണ് എയ്ഡ്സ് രോഗിൻ്റെ രക്തം കലർന്നിട്ടുണ്ട് എന്ന് പറയാണ്. എവിടുന്ന്? എയ്ഡ്സ് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് അതിലുണ്ട്. കമ്പനീൻ്റെ പ്ലാന്റിൽ നിന്ന് തന്നെ, നോർത്ത് ഇന്ത്യയിൽ ഒരു കമ്പനീൻ്റെ പ്ലാന്റിൽ എയ്ഡ്സ് രോഗിൻ്റെ രക്തം ഉള്ളതാണ് ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കോഴിയൊക്കെ ഉപയോഗിക്കരുത്, എന്തോ പ്രശ്നങ്ങളുണ്ട്, എന്തോ ഹോർമോൺ കുത്തിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വ്യാജ വാർത്തകൾ ചില സമയത്ത് പ്രചരിക്കാറുണ്ട്. ഇത് ഇങ്ങനെ കണ്ടതും കേട്ടതൊന്നും എപ്പോഴും അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ there were also carry-on calls the Indians to be proud as our national anthem has been selected the best national anthem by United Nations. അങ്ങനെയും പറയും, നമ്മൾ ഭയങ്കര പ്രൗഡാണ്, നമ്മൾ നാഷണൽ ആന്തം യുണൈറ്റഡ് നാഷൻസിൻ്റെ എടുത്തതാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുക. സച്ച് സീമിംഗ്ലി ഇന്നോക്യൂസ് ഫേക്ക് മെസ്സേജസ് ക്യാൻ ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റ് ഓഫ് ഫേക്ക് ഇൻഫർമേഷൻ ഓവർ പവറിങ് അവർ ഡിജിറ്റൽ സ്പേസ്. ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് സൈബർ സ്പേസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇൻ എ റിലീജിയസ്ലി സെൻസിറ്റീവ് കൺട്രി ലൈക്ക് ഇന്ത്യ there were instances of fake videos and forwarded messages resulting communal riots. എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യ പോലുള്ള സ്ഥലത്ത് റിലീജിയസ് ആയിട്ടും അതുപോലെ റിലീജിയസ്ലി സെൻസിറ്റീവ് കൺട്രീനെ പോലുള്ള ഇന്ത്യയിലെ പോലുള്ള സ്ഥലത്ത് എന്താണ് ഫേക്ക് വീഡിയോസും അതുപോലെ ഫോർവേഡഡ് മെസ്സേജസും ഒക്കെ കമ്മ്യൂണൽ റൈറ്റ്സ്, ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാക്കുന്നുണ്ട്. റാക്ലെസ് ഓൺലൈൻ ബിഹേവിയർ ഈസ് എ ത്രെറ്റ് ആൻഡ് ഡെമോക്രസി നീഡ്സ് ടു ബി വാരി ഓഫ് ആസ് it is capable of contaminating a peaceful and progressive societal and cyber atmosphere. അപ്പോൾ കെയർലെസ് ആയിട്ടുള്ള ഓൺലൈൻ ബിഹേവിയർ അതൊരു ത്രെറ്റാണ്. ഏത് ഡെമോക്രസിയും നീഡ്സ് ടു ബി വാരി ഓഫ്, ഏത് ഡെമോക്രസിക്കും അത് ബാധിക്കും. ആസ് ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് കണ്ടാമിനേറ്റിംഗ് എ പീസ്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റൽ ആൻഡ് സൈബർ അറ്റ്മോസ്ഫിയർ. ഇത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൈബർ അറ്റ്മോസ്ഫിയറിനെ കണ്ടാമിനേറ്റ് ചെയ്യും, പൊല്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. കെയർലെസ് ആയിട്ടുള്ള ഓൺലൈൻ ബിഹേവിയർ, നോട്ട് ദി പോയിന്റ്. റാക്ലെസ് ഓൺലൈൻ ബിഹേവിയർ ഈസ് എ ത്രെറ്റ്, അതൊരു ത്രെറ്റാണ് ഏത് ഡെമോക്രാറ്റിക് കൺട്രിക്കും. അത് ഡെമോക്രാറ്റിക് കൺട്രീനെ എന്താക്കും? കണ്ടാമിനേറ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ പീസ്ഫുള്ളും പ്രോഗ്രസീവുമായിട്ടുള്ള സൊസൈറ്റൽ ആൻഡ് സൈബർ അറ്റ്മോസ്ഫിയറിനെ കേടുവരുത്തും എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സൈഡ് ഹെഡിങ് സൈബർ ബുള്ളിയിങ്. എന്താണ് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ? ഹരാസ്മെൻറ്റ് ഇൻ ഓൺലൈൻ സ്പേസ് ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ. സൈബർ ബുള്ളിങ് ഈസ് എ ഹരാസ്മെൻറ്റ് ഇൻ ഓൺലൈൻ സ്പേസ് ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയ. സൈബർ ബുള്ളിങ് ഈസ് റിഗാർഡഡ് ആസ് സീരിയസ് ക്രൈം ആൻഡ് വേരിയസ് ലോസ് ആർ in place to deal with it. Often it can go unpunished. Identities and online locations, making it hard for the authorities to trace them. Online threat, hate mongering, financial fraud, impersonation, cyber stalking, etc. come under the purview of cyberbullying. It often results in the victims getting traumatized. In India, there are certain laws to curb cyber misbehavior, including the Information Technology Act of 2000, the Cyber Security and Data Protection Rules of 2011, etc. അപ്പോൾ എന്താണ് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ?
സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഇടങ്ങളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, എന്തെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരെ പറ്റി ഷെയർ ചെയ്യുക, ഓലെ വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈബർ ബുള്ളിങ്. ഓൺലൈൻ വേദികളിൽ മറ്റുള്ളവരെ അപമാനിക്കുക, അവരെ എന്ത് ചെയ്യുക, അസഭ്യമായി വിമർശിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഇതിൽ പെടും. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. ഇതിനെതിരെ ധാരാളം നിയമങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടും എന്നാണ് നോക്കേണ്ടത്. എന്താ വെച്ചാൽ അനോണിമസ് ആയിട്ടുള്ള, ഇപ്പോൾ തീവ്രവാദികൾക്കും കുറ്റവാളികൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പേരുകൾ ഉണ്ടാവില്ല, അവർ പേര് മാറ്റിയൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ ഇവരൊക്കെ ആരാണ് നമ്മൾ മെസ്സേജ് അയച്ച് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. അതാണ് അൺപണിഷ്ഡ് ആസ് പെർപെട്രേറ്റേഴ്സ് പെർപെട്രേറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ കൊലപാതകം നടത്തുന്ന പോലെ, പീപ്പിൾ ഹൂ കമ്മിറ്റ് എ ക്രൈം, അതാണ് പെർപെട്രേറ്റേഴ്സ് പറഞ്ഞാൽ കേട്ടോ. പീപ്പിൾ ഹൂ കമ്മിറ്റ് എ ക്രൈം, അവർ അൺപണിഷ്ഡ് ആസ്, അവർ പണിഷ് ചെയ്യൂല. കാരണം എന്താ, അനോണിമസ് ഐഡൻറ്റിറ്റീസ് ആയിരിക്കും അവർക്ക് ഓൺലൈൻ ലൊക്കേഷൻസും. മേക്കിംഗ് ഇറ്റ് ഹാർഡ് ഫോർ ദ അതോറിറ്റീസ് ടു ട്രേസ് ദം, അതുകൊണ്ട് അതോറിറ്റിക്ക് അവരെ ട്രേസ് ചെയ്യാൻ കഴിയൂല. ഓൺലൈൻ ത്രെറ്റുകളായിട്ടുള്ള, ഓൺലൈൻ ഭീഷണികളായിട്ട് എന്തൊക്കെയാണ് ഓൺലൈൻ ഭീഷണികൾ? വിദ്വേഷമായിട്ടുള്ള പ്രചരണങ്ങൾ, അതുപോലെ സാമ്പത്തിക തട്ടിപ്പ്, അതുപോലെ പിന്നെ ഹിപ്പോക്രൈറ്റ് ആവുക, വ്യാജമായിട്ട് വേഷം കെട്ടുക, അതുപോലെ സൈബർ സ്റ്റോക്കിങ്, സൈബർ ബുള്ളിയിങ്ങിലോ, ഇതൊക്കെ സൈബർ ബുള്ളിയിങ്ങിലാണ് പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈബർ ബുള്ളിയിങ്ങിൽ എന്തൊക്കെയാണ് പെടുക? ഓൺലൈൻ ത്രെറ്റ്സ് ആയിട്ടുള്ള ഹെയ്റ്റ് മോങ്ങറിങ്, ഫിനാൻഷ്യൽ ഫ്രോഡ്, ഇംപേഴ്സണേഷൻ, സൈബർ സ്റ്റാക്കിംഗ്, ഇതൊക്കെ come under cyberbullying. It often result in a victims getting traumatized. ഇത് വിക്ടിം എന്താവും, ട്രോമറ്റൈസ് ചെയ്യാൻ ഇത് കാരണമാവും. പക്ഷേ ഇൻ ഇന്ത്യ സർട്ടൻ ലോസ് ടു കർബ് സൈബർ മിസ്ബിഹേവിയർ. ഇത് കർബ് മീൻസ് കൺട്രോൾ. ഇന്ത്യയിൽ ധാരാളം ലോസ് ഉണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ, സൈബർ മിസ്ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ. അതിൽ പെടുന്നതാണ് എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000, ദ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് ഓഫ് 2011 ടു എഫക്റ്റീവ്ലി പ്രിവെൻറ്റ് സൈബർ ബുള്ളിയിങ്. സൈബർ ബുള്ളിയിങ് എഫക്റ്റീവായിട്ട് തടയാൻ വേണ്ടിയിട്ട് അത് കൺസ്യൂമേഴ്സും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ കൂടുതൽ എന്ത് വേണം, എഫക്റ്റീവ്ലി പ്രിവെൻറ്റ് സൈബർ ബുള്ളിങ്. യൂസേഴ്സ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും നീഡ് ടു ബി കോഷ്യസ് ആൻഡ് വിജിലൻറ്റ്. ഇവർ നിർബന്ധമായിട്ടും കോഷ്യസും വിജിലൻറ്റും ആവൽ നിർബന്ധമാണ് സൈബർ ബുള്ളിങ് തടയാൻ വേണ്ടിയിട്ട്. ഇൻ ആൻ ആർട്ടിക്കിൾ ഇൻ ദ ഹിന്ദു ടൈറ്റിൽഡ് ബിഗ് ടെക്സ് ഫെയിൽസ് അൺസേഫ് ഓൺലൈൻ സ്പേസ് ഫോർ വിമൻ, മനീഷ് തിവാരി, ദ ഡയറക്ടർ ഓഫ് Institute of Governance Policies and Politics, ന്യൂ ഡൽഹി, ഒപ്പീനിയൻസ് ദാറ്റ്. ഇത് ഈ ഒരു വലിയ കോട്ട് അയാൾ ഒപ്പീനിയനാണ് കേട്ടോ. അയാൾ ഈ സൈബർ ബുള്ളിനെ കുറിച്ച് പറഞ്ഞ ഒപ്പീനിയനാണ്. ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് മസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഫെയിലിംഗ് ടു കർബ് ദ സ്പ്രെഡ് ഓഫ് ഹാംഫുൾ കണ്ടന്റ്. എന്താണ്, ഇറ്റ് ഈസ് സർപ്രൈസിംഗ് ദാറ്റ് ഡെസ്പൈറ്റ് ടെക്നോളജീസ് അഡ്വാൻസ്മെൻറ്റ് റിസോഴ്സസ് ആർ നോട്ട് ബീങ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഡെവലപ്പിംഗ് സേഫ്ലി features of enhancing content of moderation techniques. Labeling AI generated content is not always effective. Often harmful content needs to be removed entirely. For example, with sexually explicit content, the damage comes from the sharing and viewing. What is most troubling is the owners of big tech themselves sharing misinformations and deep fake videos. While they should be allowed to have a political ideology and profess it, they should also realize the power they hold over millions who may not know fake from real. ഇതെന്താ വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടും, കാരണം ഇവിടെ ശരിക്കും പിന്നെ creation and distribution platforms must take the responsibility for failing to curb. ഈ പിന്നെ ഇങ്ങനെയുള്ള ക്രിയേഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് പറഞ്ഞാൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് ഫോർ ഫെയിലിംഗ് ടു കർബ് ദ സ്പ്രെഡ് ഓഫ് ഹാംഫുൾ കോണ്ടൻറ്റ്. ഈ ഒരു
ഇതിന് തന്നെയാണ് ഉത്തരവാദിത്തം സ്വീകരിക്കണം എന്ന്. ഈ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോംസ് തന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഓല തന്നെ എടുക്കണം. ഇറ്റ് ഈസ് സർപ്രൈസിങ് ദാറ്റ് ഡെസ്പൈറ്റ് ടെക്നോളജിക്കൽ, ഇത് അത്ഭുതമുള്ള കാര്യമാണ്, എന്ത് സാങ്കേതിക മുന്നേറ്റങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും റിസോഴ്സസ് ആർ നോട്ട് ബീയിങ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഡെവലപ്പിംഗ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് എൻഹാൻസിങ് കോണ്ടന്റ് മോഡറേഷൻ ടെക്നിക്സ്. ഇത്രയധികം ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടും എന്താണ് ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉള്ളടക്ക നിയന്ത്രണ രീതികൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് അത്ഭുതമുള്ള കാര്യമാണ്. ലാബലിംഗ് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഉള്ളടക്കത്തെ നമ്മളെന്താണ് എല്ലാ സ്ഥലത്തും ലാബലിംഗ് എ ഐ ജനറേറ്റഡ് കോണ്ടൻറ്റ് ഈസ് നോട്ട് ഓൾവേസ് എഫക്റ്റീവ്. എ ഐ ജനറേറ്റഡ് കണ്ടൻറ്റുകൾ എല്ലാ സ്ഥലത്തും എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. ഓഫൺ ഹാംഫുൾ കണ്ടൻറ്റ് നീഡ്സ് ടു ബി റിമൂവ്ഡ് എൻറ്റയർലി. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും നല്ലതല്ലാത്ത കണ്ടൻറ്റുകൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻറ്റയറായിട്ട് റിമൂവ് ചെയ്യണം. എന്താ വെച്ചാൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുകൾ നമ്മൾ എഴുതണേൽ അല്ല അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. ദ ഡാമേജ് കംസ് ഫ്രം ഷെയറിങ് ആൻഡ് വ്യൂയിങ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഡാമേജ് വരുന്നത് അത് ഹാനികരമായ ഉള്ളടക്കം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനത്തതൊക്കെ നമ്മൾ എന്തായിട്ടും ഒഴിവാക്കേണ്ടത് നിർബന്ധം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഡാമേജ് കം ഷെയറിങ് ആൻഡ് പോയി. വാട്ട് ഈസ് മോസ്റ്റ് ട്രബിളിങ് ഈസ് ദ ഓണേഴ്സ് ഓഫ് ബിഗ് ടെക് ദംസെൽഫ് ഷെയറിങ് മിസ് ഇൻഫർമേഷൻ. പിന്നെ ഒരു കാര്യം പറയണത് എന്താ വെച്ചാൽ ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള മോസ്റ്റ് ട്രബിളിങ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വലിയ വലിയ കമ്പനീൻ്റെ ഓണേഴ്സ് തന്നെ എന്താവുന്നുണ്ട്, തെറ്റായ വിവരങ്ങളും ഡീപ്പ് ഫേക്ക് വീഡിയോസും ഷെയർ ചെയ്യണുണ്ട് എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ മോസ്റ്റ് ട്രബിളിങ് ഈസ് ദ ഓണേഴ്സ് ഓഫ് ബിഗ് ടെക്. വലിയ ബിഗ് ടെക്കിൻ്റെ ഓണേഴ്സ് തന്നെ ഷെയറിങ് മിസ് ഇൻഫർമേഷൻ ആൻഡ് ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഇത് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. വൈൽ ദേ ഷുഡ് ബി അലൗഡ് ടു ഹാവ് പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് പ്രൊഫസ് ഇറ്റ്. അത് അവർക്ക് രാഷ്ട്രീയ ആശയധാര ഉണ്ടാകാനും അതിന് പ്രചരിക്കാനുമുള്ള അവസരം ചിലപ്പോൾ ഓൽക്ക് ഉണ്ടാവും. കാരണം ഓൽക്ക് എന്താണ് ഓൽക്ക് അതിന് അലൗഡ് ആയിരിക്കാം പൊളിറ്റിക്കൽ ഐഡിയോളജി പ്രചരിപ്പിക്കാനും പ്രൊഫസ് ചെയ്യാനും. ദേ ഷുഡ് ഓൾസോ റിയലൈസ് ദ പവർ ദേ ഹോൾഡ് ഓവർ മില്യൺസ് ഹു മേ നോട്ട് നോ ഫേക്ക് ഫ്രം റിയൽ. അപ്പോൾ നമ്മളവിടെ നിർബന്ധമായി അറിയേണ്ടത് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഇത് തമ്മിലുള്ള ദേ ഷുഡ് ഓൾവേസ് അവർക്ക് നിർബന്ധമായാലും അത് അറിയണം. എന്ത് ഹോൾഡ് ഓവർ മില്യൺസ് ഓഫ് പീപ്പിളാണ് ഇതിനെക്കുറിച്ച് ഫേക്ക് ഏതാ റിയലാണ് ഏതാണെന്ന് അറിയാത്ത കോടിക്കണക്കിന് ആളുകൾക്ക് നേരെയാണ് അവർ ഈ ചീത്ത സ്വാധീനം ഉണ്ടാക്കുന്നതും വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും. പിന്നെ എന്തൊക്കെയാണ് യൂസേഴ്സ് നോക്കേണ്ട കാര്യങ്ങൾ? ബി കോഷ്യസ് വിത്ത് പേഴ്സണൽ ഇൻഫർമേഷൻ. പിന്നെ യൂസ് സ്ട്രോങ് പ്രൈവസി സെറ്റിങ്സ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കംപ്ലെയിൻ ലീഗലി. ക്രിയേറ്റ് പോസിറ്റീവ് പിയർ ഗ്രൂപ്പ് ഓൺ സോഷ്യൽ മീഡിയ. പിന്നെ സോഷ്യൽ മീഡിയ കമ്പനീസ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഷുഡ് പ്രൊവൈഡ്. സോഷ്യൽ മീഡിയ കമ്പനീസും ഓൺലൈൻ പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യണം ക്ലിയർ ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് സൈബർ എറ്റിക്കറ്റ്. സൈബർ മര്യാദകൾ എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ ഗൈഡൻസുകളാണ് അവർക്ക്, എല്ലാ ഗൈഡൻസും അവർക്ക് കൊടുക്കും വേണം. അതുപോലെ സൈബർ എറ്റിക്കറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഗൈഡൻസും കൊടുക്കണം. മേക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സ്ട്രോങ്. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് സ്ട്രോങ് ആക്കണം. നമ്മൾ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അയക്കാൻ കഴിയാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊവൈഡ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഓൺ കംപ്ലൈൻറ്റ്സ്. അതുപോലെ റെഗുലേറ്റ് ഫേക്ക് പ്രൊഫൈൽസൊക്കെ ഫേക്കായിട്ടുള്ള പ്രൊഫൈൽസൊക്കെ റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ യൂസേഴ്സ് നിർബന്ധമായിട്ടും പേഴ്സണൽ ഇൻഫർമേഷനെ കുറിച്ചിട്ട് നല്ല കെയർഫുള്ളായിരിക്കണം. സ്ട്രോങ് പ്രൈവസി സെറ്റിങ്സ് ഉണ്ടാക്കണം. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കംപ്ലെയിൻ ലീഗലി. ക്രിയേറ്റ് എ പോസിറ്റീവ് പിയർ ഗ്രൂപ്പ് ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ ഏത് രീതിയിലും നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇൻ സൈബർ സ്പേസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളാണുള്ളത്. സൈബർ സ്പേസ് എന്താണ്, റൈറ്റിംഗ് ഇൻ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കുറേ സമയം ഇരിക്കുന്ന ആളുടെ പേരെന്താണ്, അതുപോലെ എന്തൊക്കെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു സൈബർ മര്യാദ പാലിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ ഇൻഫോർമലായിട്ടും
പോയിൻറ്റ്സ് ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതുപോലെ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത്, അതുപോലെ സൈബർ ബുള്ളിയിങ് എന്താണ്, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.